ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 3 വാക്യം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞുള്ള 3 ഞായർ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിലെ 7 പേര്, അതായത് ശീമോൻ പത്രോസും അതുപോലെ തന്നെ ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥന്യേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യരിൽ വേറെ 2 പേരും, അങ്ങനെ 7 പേരാണ് ശീമോൻ പത്രോസിൻ്റെ നേതൃത്വത്തിൽ അവർ മീൻ പിടിക്കാനായിട്ട് പടക് കയറിപ്പോയത്. പക്ഷേ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, കടപ്പാടുകളെ മറക്കുന്നവൻ്റെ വഞ്ചി എന്നും ശൂന്യമാകും. ആ വല എന്നും ശൂന്യമാകും. ദ ഡീഡ്സ്, ദ പേഴ്സൺ ഹൂ ഫൊഗെറ്റ്സ് ദി ഓബ്ലിഗേഷൻസ്, their deeds will always be ഫ്രൂട്ട്ലെസ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് അംനീഷ്യ, ഡിമെൻഷ്യ, അൾസൈമേഴ്സ് എന്നിങ്ങനെ മറവിയുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ എന്നാൽ സ്പിരിച്വലായിട്ടുള്ള ഒരു അൾസൈമേഴ്സ്, എത്തിക്കൽ അൾസൈമേഴ്സ് ഉണ്ട്. നമ്മൾ വളരെ ബോധപൂർവം കൺവീനിയൻ്റ് ആയിട്ട് വന്ന വഴി മറക്കുകയാണ്. നമ്മൾ നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും നാടിനെയും വീടിനെയും കുടുംബത്തെയും നമ്മളെ സ്നേഹിച്ചവരെയും നമ്മളെ സഹായിച്ചവരെയും ഒക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഈ മറവി തന്നെയാണ് നമ്മൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സവും. നമ്മൾക്ക് ഗുരുത്വം എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. വളരെ മാന്ത്രികതയുള്ള ഒരു വാക്കാണ് ഗുരുത്വം. ഈ ഗുരുത്വമില്ലായ്മയാണ് നമ്മുടെ വളർച്ചയ്ക്കുള്ള ഏക ഒരു തടസ്സം എന്ന് പറയുന്നത്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത പലതും മറന്നുപോയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസവും സമ്പത്തും കഴിവും ടാലൻറ്റും സ്കില്ലും ഒക്കെയുള്ള അനേകം മക്കളും ബന്ധുമിത്രാദികളും ഒക്കെയുണ്ട്. പക്ഷെ അവരെവിടെയും എത്താതെ, നമ്മളെല്ലാവരും പറയുന്ന പോലെ, ഒരു പുരോഗതിയില്ല, ഐശ്വര്യമില്ല, മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. തടസ്സങ്ങളും പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം ആകെ തകരുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതമാകുന്ന വള്ളത്തിൽ നമ്മൾ വല വീശുമ്പോൾ ഇതുപോലെ വല ശൂന്യമാകുന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ മറന്നുപോയിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സ്പിരിച്വൽ അൾസൈമേഴ്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കടപ്പാടുകളെ മറക്കുന്നത്. രണ്ടാമതായിട്ടുള്ളൊരു പോയിന്റ്, പാപം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സിൻ? സിൻ എന്ന് പറയുന്നത് ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി. പല ആളുകളും പാപം ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് അതിനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടാണ്. നമ്മൾക്കറിയാം, അവസരം ലഭിച്ചാൽ, ഒന്ന് ഒത്തുകിട്ടിയാൽ പലരും വീണുപോകും. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണുപോകും. അപ്പോൾ ഇതിൽ പത്രോസിന് സംഭവിച്ചത്, അന്ന് ആ രാത്രിയിൽ പത്രോസിൻ്റെ മുറിയിൽ ഉരുട്ടി വെച്ചിരുന്ന വല, ആ വല തന്നെയായിരുന്നു ഓപ്പർച്യൂണിറ്റി. ഇപ്പം നമ്മൾക്കറിയാം, പല പാപ സാഹചര്യങ്ങളും പാപത്തെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഇതുപോലുള്ള പത്രോസിൻ്റെ വല പോലെയുള്ള ഒരെണ്ണം നമ്മുടെ മുറിയിലും ഉരുട്ടി കൂട്ടി വച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് പല ബന്ധങ്ങളിൽ ഉള്ള തകർച്ചയ്ക്ക് കാരണം, നമ്മൾ പല കാരണങ്ങളായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാത്ത പല സിം കാർഡായിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും, പല വ്യക്തികളായിരിക്കും, പല ബന്ധങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവത്തില്ല. പത്രോസിൻ്റെ വലയും എലീശയുടെ കലപ്പയും നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏലിയ പ്രവാചകൻ്റെ പിന്നാലെ എലീശ ദൈവവിളി കേട്ട്, ദൈവവിളി ലഭിച്ച് മുന്നോട്ട് പോയപ്പോൾ എലീശയുടെ കൂടെ കാളകളുണ്ടായിരുന്നു. ആ കാളകളെ പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന കലപ്പ, ആ കലപ്പ വെട്ടിക്കീറി അതായിരുന്നു വിറക്, ദൈവത്തിന് യാഗമർപ്പിക്കാനുള്ളത്. അങ്ങനെ കാളകളെയൊക്കെ ബലി അർപ്പിച്ചിട്ടാണ് എലീശ ഏലിയ പ്രവാചകൻ്റെ പിന്നാലെ പോയത്. അപ്പോൾ യാതൊന്നിനും, അതായത് ഒരു മടങ്ങി വരവിന്, ഒരു കം ബാക്കിന് ഒരു സ്ഥാനം, ഒരു ചാൻസ് കൊടുക്കാതെയാണ് എലീശ ദൈവത്തെ അനുഗമിച്ചത്.
അപ്പം നമ്മളുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പത്രോസിലും ഉണ്ട് ഒരു സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി, വീണു പോകാൻ ചാൻസ് ഉള്ള വ്യക്തിത്വങ്ങൾ. പത്രോസ് അങ്ങനെ സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി ആകുമ്പോഴാണ് യേശു ക്രിസ്തു ഷീമോനെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെ പത്രോസിൻ്റെ ജീവിതത്തിലും കാണുന്നത് അതാണ്. അതായത് പ്രാകൃതമായിട്ടുള്ള വ്യക്തിത്വത്തിൽ നിന്ന് ക്രമീകൃതമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്കാണ് ദൈവം വിളിച്ചത്. പക്ഷേ ഇവർ ഈ മീൻ പിടിക്കാൻ പോകുന്നതിലൂടെ ആ ക്രമീകൃതമായിട്ടുള്ള വ്യക്തിത്വത്തിൽ നിന്ന് പ്രാകൃതമായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് പത്രോസും ശിഷ്യന്മാരും കൂടെ ചെയ്തത്. അതായത് അവർക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷേ അവർ പോയത് ആ ഓർഡറിന്നും ഓർഡർലെസ് ആയിട്ടുള്ള ഒരു നേച്ചർ, സ്വഭാവത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ക്രമീകൃതമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും പ്രാകൃതമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്. അപ്പോൾ ഇന്ന് ഈ ഒരു പകൽക്കാലം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ, ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് ഇങ്ങനെ 3 വാക്കുകളിൽ നമുക്കത് അവതരിപ്പിക്കാം. അതായത് ത്രിൽ, ബിൽ, ഇൽ. ത്രിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ചെറുപ്പത്തിൻ്റെ ആ ഒരു തിളക്കല്, എർത്ത് ക്വേക്ക് എന്ന വാക്ക് പോലെ തന്നെയാണ് യൂത്ത് ക്വേക്ക്. അപ്പോൾ ആ യൂത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൻ്റെ ആ ഒരു തിളക്കല് ഇന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒരു പ്രതിബദ്ധത ഇല്ലാതെ, കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു. ത്രില്ലിംഗ് പീരിയഡിൽ ബൈബിളിൽ തന്നെ, വിശുദ്ധ ബൈബിളിൽ തന്നെ ദാവീദിൻ്റെ ത്രില്ലിംഗ് പീരിയഡിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ബത്ശേബ. എന്നിരുന്നാലും ദാവീദിൻ്റെ ത്രിൽ കഴിഞ്ഞ ദാവീദിൻ്റെ ആ ഒരു ഇൽ പീരിയഡിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ദാവീദിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇസ്രായേലിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്. മിസ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ശൂനംകാരി അഭിഷേക്. എന്നിട്ടും കൂടെ ദാവീദ് അനങ്ങിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഈ ത്രില്ലിംഗ് പീരീഡിൽ നമ്മൾ പല കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബിൽ എന്നുള്ള ഒരു പീരീഡ് 40s വരുന്നു. 40-50 വയസ്സിൽ നമുക്കറിയാം പല രീതിയിലുള്ള ബില്ലുകൾ, വാട്ടർ ബില്ലാവാം, കറണ്ട് ബില്ലാവാം, ന്യൂസ് പേപ്പറിൻ്റെ ആകാം, പല ബില്ലും അടച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ഇൽ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം മായ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലായി. നമ്മൾക്ക് ദാവീദിൻ്റെ പുത്രൻ ശലോമോൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ, ശലോമോൻ എഴുതിയ 3 പുസ്തകങ്ങൾ, ഉത്തമഗീതം, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഈ ശലോമോൻ എഴുതിയ 3 പുസ്തകങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെ നമുക്ക് അവതരിപ്പിക്കാം, നമുക്ക് ചിന്തിക്കാം. ശലോമോൻ എഴുതിയ ആദ്യത്തെ പുസ്തകം ഉത്തമഗീതം, പ്രണയത്തെയാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത് സദൃശ്യവാക്യങ്ങൾ, വിവേകം, ജ്ഞാനം, അറിവ് ഒക്കെ സമ്മാനിക്കുന്ന പുസ്തകം. മൂന്നാമത് സഭാപ്രസംഗി, അതിൽ പറയുന്നുണ്ട് എല്ലാം മായ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ എല്ലാം മായ, സർവ്വതും മായ. അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ നമുക്കെല്ലാം മായയായിട്ട് വരുന്നു. അപ്പം ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. കാലത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം 5 ബോട്ടിൽസിലായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യം നമുക്കറിയാം ഫീഡിങ് ബോട്ടിലാണ്. അത് കഴിഞ്ഞ് കൗമാര ഇതിൽ വരുമ്പോൾ കോള ബോട്ടിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഒരു ബോധത്തിൻ്റെയും ഒക്കെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയൊക്കെ വരുമ്പോൾ മിനറൽ വാട്ടർ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് 4ാമത് മദ്യം ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ വിസ്കി ബോട്ടിൽ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് 5ാമത് കിടപ്പിലാകുമ്പോൾ തലയ്ക്ക് കീഴായി ഒരു കുപ്പി, ICUയിൽ കിടക്കുമ്പോൾ തലയ്ക്ക് കീഴായി. അപ്പോൾ ഇതിലൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് ചിന്തിക്കാം. ആദ്യം ഫീഡിങ് ബോട്ടിൽ 1ാമത്, 5ാമതായിട്ട് വരുന്ന കുപ്പി തലയ്ക്ക് കീഴായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിലോട്ട് കടന്നു വന്നത്? ഇത് തിയോളജി അല്ല, ഗൈനക്കോളജി. തലയ്ക്ക് കീഴെ തല കുത്തിയാണ് നമ്മൾ ഭൂമിയിലോട്ട് വന്നത്. നമ്മൾ മരിക്കുമ്പോഴോ തല ചായ്ച്ചാണ് ഭൂമിയിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ തല പൊക്കി, തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്, ദൈവത്തിൻ്റെ മേഴ്സി, കരുണ, ദയ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അയോഗ്യരായിട്ടുള്ള നമുക്കിതിനൊന്നിനും യോഗ്യതയില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്.
അത്രയും അൺഎലിജിബിൾ ആയിട്ടുള്ള നമുക്ക് മണ്ണിലോട്ട് മടങ്ങിപ്പോകേണ്ട നമുക്ക് ദൈവം ഇത്രയും കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി, സ്തോത്രത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അത്യുന്നതനായിട്ടുള്ള സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ, മരണമില്ലാത്തവൻ, അജയനായിട്ടുള്ള ദൈവത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദിയുള്ള ഒരു ഹൃദയത്തോടുകൂടി ജീവിക്കുകയും കുടുംബത്തിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ആ ഒരു നന്മ പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ഒരു വിശ്വാസിയുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം ദൈവത്തിൻ്റെ കൃപ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് ജസ്റ്റ് മനസ്സിൻ്റെ കാൽക്കുലേറ്ററിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ബൈബിളിലെ കുറച്ച് വ്യക്തികളെ. മോശയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ മോശ മൈനസ് ദൈവകൃപ എന്ന് പറയുന്നത്, മോശ എങ്ങനത്തെ വ്യക്തിയായിരുന്നു? ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശ ഒരു വിക്കനായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തപ്പോൾ മോശ ഇസ്രായേലിൻ്റെ ഒരു നേതാവായി മാറി. രണ്ടാമത് പത്രോസ് മൈനസ് ദൈവകൃപ എന്തായിരുന്നു? മുക്കുവൻ. മൂന്നാമത് ദാവീദ് മൈനസ് ദൈവകൃപ ആരായിരുന്നു? ആട്ടിടയൻ. പൗലോസ് മൈനസ് ദൈവകൃപ ഒരു ഗുണ്ടയായിരുന്നു. ഗുണ്ടയായിട്ടുള്ള പൗലോസാണ് പിന്നീട് അപ്പോസ്തലനായിട്ടുള്ള പൗലോസായിട്ട് വരുന്നത്. ഗുണ്ടയായിട്ടുള്ള പൗലോസാണ് പിന്നീട് കർത്താവിൻ്റെ ചെണ്ടയായി മാറുന്ന വ്യക്തി. ഇനി ഈ മനസ്സിൻ്റെ കാൽക്കുലേറ്ററിൽ നമ്മളുടെ തന്നെ പേര് നമുക്ക് എഴുതി നമ്മൾ മൈനസ് ദൈവത്തിൻ്റെ കൃപ നമ്മൾ ആരാണെന്നുള്ളത്. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. വി ഫൈൻഡ് അവർ സെൽഫ്സ് വെൻ വി ഫൈൻഡ് അവർ ഗോഡ്. നമ്മൾ നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ആർ എ വയലൻറ്റ് സൊസൈറ്റി. അത് ഒരു ഒബ്സർവേഷനാണ്. കാരണം എവിടെ നമ്മൾ നോക്കിയാലും, ഇപ്പം നമ്മൾ റോഡിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം റോഡ് റേജ്, വയലൻസ്. ഒന്ന് വണ്ടി ഹോൺ അടിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തു, ഉടനെ നമ്മളെ തർക്കത്തിനും വഴക്കിനും വെല്ലുവിളിക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. റോഡ് റേജ് ഒന്ന്. രണ്ടാമത്, ആർക്കും ഒരു ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ല. മറ്റുള്ളവരുടെ അവകാശത്തിൻ്റെ മേൽ നമ്മൾക്ക് ഒരു സ്ഥാനം പ്രതിഷ്ഠിച്ചാലേ നമുക്ക് സമാധാനമുള്ളൂ. ക്യൂ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. മൂന്നാമത്, വളരെ ഒച്ചയോടുകൂടി ബഹളത്തോടുകൂടി ഷൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും സ്ഥാപിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നിയമത്തിൻ്റെ ലോ വെച്ചിട്ടല്ല നമ്മൾ നേടുന്നത്. ബഹളം വെച്ചും തർക്കിച്ചും വെല്ലുവിളിച്ചും വഴക്കുണ്ടാക്കിയും ഇനി വേണ്ടി വന്നാൽ ശാരീരികമായിട്ടുള്ള വയലൻസിലൂടെയും ദേഷ്യപ്പെട്ടുമൊക്കെയാണ് പല കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. വെല്ലുവിളിച്ചും വഴക്കുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും ഇങ്ങനെയുള്ള മുറകളിലൂടെ, നിയമത്തിലൂടെ അല്ലാതെ ഇങ്ങനത്തെ മാർഗങ്ങളിലൂടെ, വയലൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ദൈവം, പ്രത്യേകിച്ച് നമ്മൾ പാം സൺഡേ, ഓശാന ഞായറിൽ നമ്മൾ ധ്യാനിച്ച യേശുക്രിസ്തു, കഴുതപ്പുറത്ത് വന്ന യേശുക്രിസ്തുവാണ്. കഴുതപ്പുറത്ത് വരുന്നതിൽ തന്നെ നമ്പർ 1 സൂചിപ്പിക്കുന്നത് സമാധാനമാണ്, പീസ്. കുതിരപ്പുറത്ത് അല്ല വന്നത്, കഴുതപ്പുറത്ത് വരുമ്പോൾ തന്നെ സമാധാനത്തിൻ്റെ യേശുവിനെയാണ്, കഴുതപ്പുറത്തുള്ള യേശുവിനെയാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രതിഷ്ഠിക്കേണ്ടത്, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത്. കാരണം സമാധാനം, ഹ്യൂമിലിറ്റി, എളിമ, താഴ്മ, വിനയം, ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള വേർച്യു, ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു സുഹൃതമാണ് എളിമ, താഴ്മ. ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൃപകളും ധാരാളമായിട്ട് ലഭിക്കും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു വയലൻസ് സൊസൈറ്റിയിൽ നമ്മുടെ വീട്ടിൽ നോക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഭവനത്തിലും കാണാം നാഗവല്ലിയെ. നമുക്കറിയാം നാഗവല്ലിയെ. നമുക്ക് ബൈബിളിലെ ഫിലിപ്പിയൻസ്, കൊളോസിയൻസ്, എഫേസ്യൻസ്, റോമൻസ്, തെസലോനിയൻസ്, അതല്ലാതെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലെ കഥാപാത്രമാണ് നാഗവല്ലി. നമ്മുടെ വീടുകളിലും നാഗവല്ലിയുണ്ട്. കാരണം നമ്മളുടെ മക്കളോട് എവിടെയെങ്കിലും പോകണ്ട, അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് പോകണ്ട, സുഹൃത്തുക്കളുടെ കൂടെ പോകണ്ട എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കുന്നത്, മറുചോദ്യമായി ചോദിക്കുന്നത് പോയാൽ എന്താ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നാഗവല്ലിയായിട്ട് അവർ ആടുകയാണ് വീട്ടിൽ. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു വയലൻസ് നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് വന്ന് കാണുന്ന ഒരു കാലഘട്ടമാണ്.
പക്ഷേ ഇതിൽ ജർമ്മനിയിൽ 1920s ഒരു എക്കണോമിക് ബ്രേക്ക് ഡൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് സീറോ സ്ട്രോക്ക്. അപ്പോൾ അതിൽ കറൻസി മൊത്തം ഒരു വിലയില്ലാതെ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ ജീവിതവും ഒരു സീറോ സ്ട്രോക്ക് ആക്കേണ്ടതുണ്ട്. അതായത് ദൈവസന്നിധിയിൽ ഒന്നുമില്ല, എല്ലാം നമുക്ക് ദൈവത്തിൽ നമ്മൾ ശൂന്യരാണ്, നമ്മൾ പൂജ്യമാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലകുത്തിയാണ് നമ്മൾ ഭൂമിയിലോട്ട് വന്നത്, തല ചായ്ച്ച് മടങ്ങിപ്പോകുന്നു. അതിൻ്റെ ഇടയിൽ തല ഉയർത്തി പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ദൈവം തന്ന ദാനങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ, നമുക്ക് ഒരുപാട് വേഷം കെട്ടലുകളില്ലാതെ ആയാൽ തന്നെ നമുക്ക് ദൈവത്തെ കാണാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ വി ഫൈൻഡ് അവർ സെൽസ് വെൻ വി ഫൈൻഡ് അവർ ഗോഡ്.